സൈജു കുറുപ്പ് സുരേഷ് കൃഷ്ണയൊക്കെ അഭിനയിച്ച ഫ്ലാസ്ക് പറഞ്ഞ സിനിമ OTT വന്നിട്ടുണ്ട്. മനോരമ മാക്സിലാണ് സ്ട്രീം ചെയ്യുന്നത്. എന്ത് പറ്റി മനോരമ മാക്സ് ഇത്തവണ നല്ല സിനിമയൊക്കെ എടുത്തിരിക്കുന്നു. സൈജു കുറുപ്പിനെ എല്ലാവർക്കും അറിയാലോ, OTT സ്റ്റാർ എന്നാണ് ആൾ അറിയപ്പെടുന്നത്. തിയേറ്ററിൽ അങ്ങേരുടെ പടങ്ങൾ ക്ലിക്ക് ആയില്ലെങ്കിലും OTT ക്ലിക്ക് ആവും. അതിന്റെ റീസെന്റ് ആയിട്ടുള്ള കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത അഭിലാഷം, പിന്നെ ജയ് മഹേന്ദ്രൻ പറഞ്ഞിട്ടൊരു സീരീസ്, അതിനു മുമ്പ് ഭരതനാട്യം പറഞ്ഞ സിനിമ, ആ ഒരു ലിസ്റ്റിലോട്ടുള്ള പുതിയൊരു എൻട്രി ആയിട്ടാണ് പേഴ്സണലി എനിക്ക് ഈ സിനിമ തോന്നിയത്. കൊച്ചു പടം, നല്ല പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സിനിമ കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും അല്ലെങ്കിൽ കിടു പടമായിട്ട് തോന്നുന്നതെന്ന് ഞാൻ ഉറപ്പ് തരില്ല. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ പറയുന്ന സാധനം കിട്ടി. ആൻഡ് എനിക്ക് സൈജു കുറുപ്പിന്റെ സിനിമകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതിൽ ഫ്ലാസ്ക് എന്നുള്ള ടൈറ്റിൽ എങ്ങനെ വന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ഇത് എന്താണ് അങ്ങനെയെന്ന് പറയാൻ കാരണം. പക്ഷെ അതിന്റെ കാരണം അവര് നല്ല ഒരു ഫണ്ണി വേയിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണേണ്ട ആവശ്യമില്ല. ഏകദേശം 1 മണിക്കൂർ 50 മിനിറ്റ് ഒക്കെ സിനിമയുള്ളൂ. ക്രിസ്പ് ആൻഡ് ഷോർട്ട് ആണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ഫാക്ടർ. നെക്സ്റ്റ് ഒരു പോസിറ്റീവ് ഫാക്ടർ ആയിട്ട് തോന്നിയത് കാസ്റ്റിംഗ് ആണ്. വൺ ഫേമസ് ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ള കാസ്റ്റിംഗ് ഒന്നുമല്ല, സ്റ്റിൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറയാം. അടിപൊളി കാസ്റ്റിംഗ് ആയിരുന്നു. കൊടുത്ത എല്ലാവരും ഭയങ്കര നാച്ചുറൽ ആയിട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ് നമ്മുടെ സൈജു കുറുപ്പ് ഇതില്. സോ സൈജു കുറുപ്പിന്റെ ഏറ്റവും വലിയൊരു കംഫർട്ട് സോൺ അത്. ആൻഡ് അതിൽ ആള് ബെസ്റ്റാ. ഇന്നസെൻസ് ആള് പ്രസന്റ് ചെയ്യുന്നത് നല്ല വൃത്തിക്കായിരിക്കും പ്രസന്റ് ചെയ്യുക. ഭയങ്കര നിഷ്കളങ്കനായ